ഞാൻ പിച്ച വെച്ച് നടന്നതും പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണെന്നും ഞാൻ ഗോകുലിനെ വിവാഹം കഴിക്കുന്നത് വരെ ഇവിടെ തന്നെയാണ് താമസിച്ചത് എന്നുമാണ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഹൃദ്രോഗിയായ ഒരു കുഞ്ഞിനെ ആരും ഇവിടെ ഉപേക്ഷിച്ചെന്നും ആ കുഞ്ഞിന് സമൃദ്ധ എന്ന പേരിട്ട് സിസ്റ്റർ എവലിൻ അവളെ എടുത്തു വളർത്തി പഠിപ്പിച്ച് ഒരു മകളെ പോലെ കരുതി ഗോകുൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അതെ, ആ പെൺകുട്ടിയാണ് ഞാൻ. ആണല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? മദർ, ആ ആക്സിഡന്റിന് ശേഷം സമൃദ്ധ പഴയതുപോലെ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം സമൃദ്ധയ്ക്ക് ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ അതിനെ റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയും. സ്വന്തം ഭർത്താവിന്റെ ഫാമിലി അല്ലാതെ മറ്റാരെയും കണ്ട സമൃദ്ധയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓർഫനേജിൽ വളർന്നതുകൊണ്ട് ബന്ധുക്കൾ ആരുമില്ല. സമൃദ്ധയുടെ മനസ്സിന് താൻ ആരാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. ഇനിയും ഈ അവസ്ഥ കണ്ടിന്യൂ ചെയ്തു പോയാൽ പിന്നീട് പരിഹരിക്കാൻ പറ്റാത്ത സൈക്യാട്രിക് പ്രോബ്ലമായി മാറും. ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഓർമ്മയില്ലെങ്കിലും എന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. സമൃദ്ധയുടെ ഭൂതകാലത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ സമൃദ്ധയെ പഴയ സമൃദ്ധയാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. സമൃദ്ധയെക്കുറിച്ചുള്ള ആ വിവരങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നത്. ഈ ഓർഫനേജിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. കുടിക്കേ. താങ്ക് യു. ചായ കുടിക്കേ. എന്നിട്ട് നമുക്ക് ഓരോ ഡോക്യുമെന്റ്സ് ആയിട്ട് തിരിഞ്ഞു നോക്കാം. ഓ, കുടിക്കൂ.